നമസ്കാരം. മറയൂർ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ടോയ്ലറ്റിൻ്റെ കുറവുകളെ സംബന്ധിച്ചും അതിൻ്റെ മോശാവസ്ഥകളെക്കുറിച്ചൊക്കെ ചില ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഒരു ലൈറ്റുകളും സമരപരിപാടികളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ആളുകൾ പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പോരായ്മകളെക്കുറിച്ച്, ആ പോരായ്മകളുടെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് എടുത്ത നടപടികളെക്കുറിച്ച് നമ്മൾ അമുഖമായി ഒന്ന് സൂചിപ്പിച്ച് പോയതിന്. പക്ഷേ സമരപരിപാടി നടത്തുമ്പോൾ നല്ല കാര്യമാണ്. ഒരു പഞ്ചായത്തിൻ്റെ ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങൾ, ഭരണസമിതിയുടെ ആണെങ്കിലും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അതിന് എതിരഭിപ്രായമൊന്നും പഞ്ചായത്ത് ഭരണസമിതിക്കില്ല. ടൗണിലെ ബന്ധപ്പെട്ട ടോയ്ലറ്റിൻ്റെ പോരായ്മകളെക്കുറിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ തന്നെ ആ നിലവിലുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് പൊളിച്ചു പണിയുന്നതിനായി 40 ലക്ഷം രൂപ വകയിരുത്തി ജില്ലാ DPCയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളതാകുന്നു. അത് അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വന്നപ്പോൾ അതിൻ്റെ പോരായ്മകൾ ഈ 40 ലക്ഷം രൂപ വെച്ച് പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ഒരു 6 മാസക്കാലം അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോയ്ലറ്റിൻ്റെ സംവിധാനം നിർത്തിവെക്കേണ്ടതെന്ന് ബോധ്യപ്പെട്ടതിനാൽ അവിടെ ഈ ടോയ്ലറ്റ് ഒരു 4 യൂണിറ്റ് താൽക്കാലിക യൂണിറ്റ് വേണ്ടി അവിടെ ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി 8 ലക്ഷം രൂപ വകയിരുത്തി അതിനും അംഗീകാരം ലഭിച്ചിട്ടുള്ളതാകുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടെൻഡർ നടപടി സ്വീകരിക്കുന്നതിനുള്ള തടസ്സം വന്നതിൻ്റെ പേരിൽ ഇലക്ഷൻ മുമ്പ് അത് അതിനുള്ള നടപടി പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്നത് ഇപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റുകളും കാര്യങ്ങളും ആയിട്ടുണ്ട്. ഉടൻ തന്നെ ടെൻഡർ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ ടോയ്ലറ്റ് വാങ്ങി വെച്ചുകൊണ്ട് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അടിയന്തരമായി തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി ഉള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യം ഈ പ്രേക്ഷകരെ അതോടൊപ്പം തന്നെ മറയൂരിലെ നിവാസികളെ അറിയിച്ചുകൊള്ളുന്നു. ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറയൂരിലെ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന അനവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ മറയൂരിലുണ്ട്. അവർക്ക് വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ പോരായ്മകളും കേൾക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് അവരുടെ യോഗം സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം വിളിച്ചു കൂട്ടിയിരുന്നു. ആ നിർദ്ദേശത്തിൽ ഉൾപ്പെടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നമുക്കറിയാം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഘട്ടത്തിൽ അത് പരിഹരിക്കാൻ പറ്റുന്നുള്ള നടപടികൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യും. അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭരണസമിതിയുടെ പൂർണ്ണമായ ആയി വരുന്നതുള്ളൂ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഒക്കെ വന്നതിന് ശേഷമാണ് പഞ്ചായത്തിൻ്റെ ഒരു കമ്മിറ്റി കൂടുവാൻ സാധിക്കത്തുള്ളൂ. ആ കമ്മിറ്റി കൂടുന്നതിൽ തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കുന്ന നടപടിയുമായി പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നതാണ്.